Next is variation of acceleration due to gravity with depth. ഡെപ്തിനനുസരിച്ച് ജിയുടെ വേരിയേഷൻ പറയട്ടെ, ഒന്നുമില്ല. സോ നമുക്ക് എർത്തിൻ്റെ സർഫസിലുള്ള ഒരു ബോഡി എടുക്കാം. എർത്തിൻ്റെ സർഫസിലുള്ള ഒരു ബോഡി ആണെങ്കിൽ ജി ഈസ് ഈക്വൽ ടു GM/r² എന്നുള്ള ഇക്വേഷൻ ആപ്ലിക്കബിൾ ആണല്ലോ, ആണ്. ഇനി ഞാനിവിടെ ഒരു നമ്മുടെ എർത്തിനെ വരയ്ക്കാം. ഓക്കെ, എർത്തിനെ വരച്ചു. എർത്തിൻ്റെ അകത്താണ് നമ്മുടെ ബോഡി ഇരിക്കുന്നത് വെച്ചോളൂ. ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ന്യൂട്ടൻ്റെ ഷെൽ തിയറമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളെല്ലാം പറയുക. എനിക്ക് ഈ സാധനത്തിനെ അട്രാക്ട് ചെയ്യുന്നത് എർത്തിൻ്റെ താണ്ട് ഇത്രയും സ്ഥലം മാത്രമാണ്. ഇപ്പം ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും സ്ഥലം മാത്രമാണ് ഈ നമ്മുടെ ബോഡിയെ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇത് ഒരു D എന്നൊക്കെ അല്ലെങ്കിൽ D ഡെപ്തിലാണ്. എത്ര ഡെപ്തിലാണ് ഇരിക്കുന്നത്? D ഡെപ്തിലാണ് ഈ ബോഡി ഇരിക്കുന്നത്. അപ്പോൾ D ഡെപ്തിലിരിക്കുന്ന ബോഡിയാണ്. അപ്പോൾ ഇതിനെ അട്രാക്ട് ചെയ്യുന്ന സ്ഫിയർ അതാണ്ട് ഇവൻ മാത്രമാണ്. നമുക്കറിയാം ന്യൂട്ടൻ്റെ ഷെൽ തിയർ അതാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഈ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമ്മുടെ ഈ സ്ഫിയറിൻ്റെ റേഡിയസ് അപ്പോൾ എത്ര വരും? ഈ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R-D ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? R-D ആണ്. R-D റേഡിയസ് ഉള്ള M' മാസ് ഉള്ള ഈ സ്ഫിയറാണ് എൻ്റെ ഈ പോയിൻ്റ് മാസിനെ അട്രാക്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കാണുമല്ലോ. ഈ പോയിൻ്റ് മാസിനെ അട്രാക്ട് ചെയ്യുന്ന ആരാണ്? M' മാസുള്ള R-D റേഡിയസ് ഉള്ള ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ഫിയറാണ് ഈ പോയിൻ്റ് മാസിനെ ഇപ്പോൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ജിയുടെ വാല്യൂ എത്ര ആയിരിക്കും? ജി അറ്റ് ഡെപ്ത് ഇങ്ങനെ കാണും. പറയൂ, GM/r² പകരം ഇപ്പം നമുക്ക് എന്ത് എഴുതേണ്ടി വരും? R-D² എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാനിവിടെ ചില കലാപരിപാടികൾ ചെയ്യുന്നു. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം എന്നാണ്. ആണല്ലോ, മാസ് ബൈ വോളിയം. പേടിക്കാൻ ചെയ്യരുത്. എർത്തിൻ്റെ ഡെൻസിറ്റി റോ എന്ന് വിളിക്കുന്നു. റോ എന്താണ്? ലെറ്റർ റോ ഈസ് ഈക്വൽ ടു M. എർത്തിൻ്റെ മാസ് M അല്ലേ? എർത്തിൻ്റെ വോളിയം എന്താണ്? എർത്തിൻ്റെ വോളിയം 4/3πr³ അല്ലേടാ. ഓക്കെ, ഇത് എർത്തിൻ്റെ വോളിയം 4/3πr³. ഇത് ക്രോസ് ചെയ്താൽ M കിട്ടും. വാട്ട് ഈസ് M? M ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 4/3πr³ എന്നാണ്. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഡെൻസിറ്റി ആണല്ലോ ഇക്വേഷൻ, ഇപ്പോഴും മാറ്റമില്ലല്ലോ. ഇനി നമ്മുടെ ഈ സ്ഫിയറിനെ വെച്ചിട്ട് ഞാൻ എഴുതാൻ പോവാണ്. ഈ സ്ഫിയറിൻ്റെ കേസിൽ ഈ സ്ഫിയർ എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്? എർത്തിൻ്റെ അകത്തുള്ള സ്ഥലമാണ്, എർത്തിൻ്റെ അകത്തുള്ള ഭാഗമാണ്. അപ്പോൾ എർത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് വെച്ചിട്ട് തന്നെയാണ് ഇവനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഇവൻ്റെതും എർത്തിൻ്റെതും സെയിം ആണ്. അപ്പോൾ ഡെൻസിറ്റി എന്നുള്ള സ്ഥലത്ത് റോ തന്നെ. ഇനി മാസ് എന്നുള്ള സ്ഥലത്ത് അവൻ്റെ മാസ് M' ആണ് ഡിവൈഡഡ് ബൈ അവൻ്റെ വോളിയം. അവൻ്റെ റേഡിയസ് R-D ആണ്. അപ്പോൾ അവൻ്റെ വോളിയം എത്ര വരും? 4/3πr³ എന്നാണ്. R-D³ എന്നാണ്. നിങ്ങൾ പേടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ, ഈ നമ്മുടെ പോയിന്റ് ഒബ്ജക്റ്റിനെ, നമ്മുടെ പോയിന്റ് മാസിനെ അട്രാക്ട് ചെയ്യുന്നത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ഫിയറാണ്. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. ക്യാപിറ്റൽ M' ആണ്. ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R-D ആണ്. ഇനി ഇവൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ അകമാണ്. അപ്പോൾ ഇവൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് എർത്ത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് വെച്ച് തന്നെയാണ്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ ഇവൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും റോ തന്നെയാണ്. സീക്വൽ ടു മാസ്. ഇവൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ M'. ഇവൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³. ഇവൻ്റെ റേഡിയസ് R-D ആയതുകൊണ്ട് 4/3πr-D³. ഇതിനകത്തുനിന്ന് നിങ്ങൾ M' കണ്ടുപിടിക്കുക. M' ക്രോസ് ചെയ്ത് പറയൂ. M' ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 4/3πr-D³ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ M-ൻ്റെ ആൻസറും കിട്ടി, M'-ൻ്റെ ആൻസറും കിട്ടി. ഇത് രണ്ടും നമ്മുടെ ഇക്വേഷൻ 1ലും 2ലും അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ ആവും? G/r². അതുപോലെ എഴുതി. ഇനി M-ന് പകരം ദാണ്ട് ഇതങ്ങോട്ട് എഴുതുക. റോ 4/3πr³ എന്നാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 ഒരു കുഴപ്പമില്ലല്ലോ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യാന്ന് പറയൂ. സെക്കൻഡ് ഇക്വേഷൻ G അറ്റ് ഡെപ്ത് എന്നുള്ള ഇക്വേഷൻ എങ്ങനെ മാറ്റും? G/r-D² അതുപോലെ എഴുതിയിട്ട് M അവിടെ M' അല്ലേ? അപ്പോൾ M എന്നാണ് ഞാൻ എഴുതിയത്. M' പകരം എന്തെന്ന് എഴുതാം? M' പകരം ദാണ്ട് ഇത് എഴുതാം. എന്താണ്? റോ 4/3πr-D³ എന്ന് എഴുതാം. പേടിക്കരുത്. ഇക്വേഷൻ നമ്പർ 4 എന്നാണ്. രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാമാണ്. നേരത്തെ ഫസ്റ്റിൽ വരുന്നതിനെ സെക്കൻഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ ഇപ്പോൾ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡിനെ ഫസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ GD/G എന്നാണ്. ഇസ് ഈക്വൽ ടു ഇതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് അങ്ങ് കട്ട് ചെയ്തിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ ബാക്കി കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ജിയും റോയും 4/3
ഒക്കെ 4/3 പൈയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, രണ്ടിലും ഉണ്ട്, വെട്ടിപ്പോവും. ബാക്കി പറ, ബാക്കി ഇനി ഇതിനകത്തുള്ളത് പറ. ആർ മൈനസ് ഡി, ഇത് ഓരോ ആർ മൈനസ് ഡി സ്ക്വയറും ഉണ്ട്, ആർ മൈനസ് ഡി ക്യൂബും ഉണ്ട്. അപ്പോൾ എന്ത് വരും? ആർ മൈനസ് ഡി വരും, ഡിവൈഡഡ് ബൈ ഇതിൽ ജി, ഇതെല്ലാം പോയി ബാക്കി ഇത് രണ്ട് ക്യാൻസൽ ആകുമ്പോൾ 6 വരും. അപ്പോൾ ഇങ്ങനെ വരും, കണ്ടല്ലോ. അപ്പോൾ ജി ഡി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ജി, 6 എന്ന് വരും. ഇനി നിങ്ങൾ പറയുക, സോ ജി ഡി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറഞ്ഞോളെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ ജി ഡി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു പറയൂ 1 മൈനസ് ഡി ബൈ ആർ എന്ന് എഴുതാം. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ജി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്നാണ്. അപ്പോൾ അടിപൊളി ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ബാക്കി സ്റ്റെപ്പ് കൂടെ എഴുതി കാണിക്കുകയാണ്. ജി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു, വെളിയിലുള്ളതുകൊണ്ടകത്തുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ജി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ജി മൈനസ് ജി ഡി ഡിവൈഡഡ് ബൈ ആർ എന്നാണ്. അപ്പോൾ ജി അറ്റ് എ ഡെപ്ത് ഈസ് ഈക്വൽ ടു 9.8 മൈനസ് സംതിങ് എന്നാണ്. അപ്പോൾ ജി അറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ 9.8 ആയിരിക്കും. അപ്പോൾ ഡെപ്തിൽ ജിയുടെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ മറന്നു വരുന്നത്, ഡെപ്തിൽ ജിയുടെ വാല്യൂ കുറവാണ്. അപ്പോൾ ആളുകളൊക്കെ നമ്മൾ ചത്തുപോയാൽ കുഴിച്ചിടുന്നു. അപ്പോൾ ആലോചിച്ചാൽ മതി. അപ്പോൾ കുഴിച്ചിടുന്നു, ഡെപ്തിലേക്ക് പോകുന്നു. അപ്പോൾ ഡെപ്തിലേക്ക് പോകുമ്പോഴത്തേക്കും ജിയുടെ വാല്യൂ കുറയും, അപ്പോൾ വെയിറ്റ് കുറയും, അപ്പോൾ പ്രേതമായിട്ട് പൊങ്ങി വരും. അപ്പോൾ പൊക്കത്തിൽ പോകുമ്പോഴത്തേക്കും ജിയുടെ വാല്യൂ കുറവ്, അപ്പോൾ ആ പ്രേതം പൊങ്ങി നിൽക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ ഈ കഥ ഓർത്ത് വെച്ചിരുന്നാൽ കാര്യം മനസ്സിലിരിക്കും. ഇപ്പോൾ ഡെപ്തിലേക്ക് പോകുന്നതോറും ജിയുടെ വാല്യൂ കുറയും. അപ്പോൾ ചത്തു കഴിഞ്ഞാൽ കുഴിച്ചിടുന്നു. ഓക്കെ, അപ്പോൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഡെപ്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ജിയുടെ വാല്യൂ കുറയും, അപ്പോൾ പ്രേതമായിട്ട് പൊങ്ങി വരും. ഓക്കെ, പ്രേതം പൊങ്ങി വരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാ സംഭവം? അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കഥകളിലൊക്കെ ഓരോരുത്തർ പറയുന്നതാണ്. ഓക്കെ, കൂടുതലൊന്നും ചിന്തിച്ച് ഇന്ന് രാത്രി ഉറങ്ങാതെ കിടക്കരുത്. സോ പ്രേതം പൊങ്ങി വന്നു. ഓക്കെ മീനാക്ഷി, പ്രേതം നിൽക്കുന്ന ഹൈറ്റിലാണ്. അപ്പോൾ ഹൈറ്റിൽ പോകുമ്പോഴത്തേക്ക് ജിയുടെ വാല്യൂ കുറയും, ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, ഓർത്ത് വെച്ചോക്കുക, ഡെപ്തിൽ പോയാലും ഹൈറ്റിൽ പോയാലും ജിയുടെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങോട്ട് ഒന്നുകൂടെ പറയാണ് ഫാസ്റ്റായിട്ട്. ഓക്കെ, സോ ഫോർ എ ബോഡി ഓൺ എയർ സർഫസ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി? ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി സേ ദിസ് ഈസ് എർത്ത്. ഓക്കെ, this is an object here, so it is at a depth d. Okay, this is attracted by the shaded portion of the earth. Okay, this will be attracted by the shaded portion alone. Am I right? Then what is the mass of this shaded portion? Shaded portion has mass m dash. It is made of the same material as earth, so its density will be rho. Okay, അവിടെ ഇരിക്കട്ടെ. ദെൻ അപ്പോൾ ഈ ബോഡി ഇവിടെ ഇരിക്കുകയാണ്. എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ഐ എം സോറി, കറക്റ്റ് തന്നെ. എർത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് ക്യാപിറ്റൽ ആർ ആണ്. ഇനി നിങ്ങൾ പറയുക, ഇതിൻ്റെ സെൻറ്റർ ടു ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് അപ്പോൾ എത്ര വരും? ആർ മൈനസ് ഡി വരും. എത്ര വരും? ആർ മൈനസ് ഡി. ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര? ആർ. ഇവിടം തൊട്ട് ഇതുവരെ എത്ര? സ്മോൾ ഡി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ എത്ര എന്ന്? ആർ മൈനസ് ഡി. അപ്പോൾ ഇപ്പോൾ ജി അറ്റ് എ ഡെപ്ത് കാണാൻ എന്താ വഴി? ജി എമ്മിന് പകരം എം ഡാഷ് ഡിവൈഡഡ് ബൈ ആറിന് പകരം ആർ മൈനസ് ഡി എന്ന് എഴുതുക, ദ ഹോൾ സ്ക്വയർ. സോ ഐ എം ഗെറ്റിംഗ് മൈ സെക്കൻഡ് ഇക്വേഷൻ. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ, ആ ഫസ്റ്റ് കേസിൽ ഡെൻസിറ്റി എങ്ങനെ കാണും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എർത്തിൻ്റെ മാസ് എം ആണ്, എർത്തിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. ആണല്ലോ. ഇതിനകത്തുനിന്ന് എം എന്തെന്ന് വരും പറയൂ? എം ഈസ് ഈക്വൽ ടു പറയൂ. എം ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് എന്നാണ്. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് നമ്മുടെ ഈ ഷെയ്ഡഡ് ഉണ്ട എടുക്കുക. അതിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കാണും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു അതിൻ്റെ മാസ് എം ഡാഷ് എന്നാണ്, അവൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പോൾ 4/3 പൈ, പക്ഷേ അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? ആർ മൈനസ് ഡി ആണ്. അപ്പോൾ ആർ മൈനസ് ഡി ക്യൂബ് എന്നാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പറയൂ, എം ഡാഷ് ഈസ് ഈക്വൽ ടു പറയൂ റോ ഇൻറ്റു 4/3 പൈ ആർ മൈനസ് ഡി ക്യൂബ് എന്നാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ രണ്ട് എമ്മിൻ്റെ എം ഡാഷിൻ്റെ വാല്യൂ കിട്ടി. ഇത് രണ്ട് ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 1 എങ്ങനെ ആയിട്ട് മാറും? ജി ഈസ് ഈക്വൽ ടു ജി ബൈ ആർ സ്ക്വയർ അതുപോലെ എഴുതി.
എമ്മിന് പകരം എന്തെന്ന് എഴുതാം? റോ 4/3 പൈ ആർ ക്യൂബ്. റോ 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ഇനി അടുത്ത് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി അറ്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, ജി എം ഡാഷ് ജി ഡിവൈഡ് ബൈ ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ, ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എം ഡാഷിന് വരെ ഈ വാല്യൂ ഇടും. റോ 4/3 പൈ ആർ മൈനസ് ഡി ക്യൂബ്, ആർ മൈനസ് ഡി ക്യൂബ്. ഓക്കെ, രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും വിളിച്ചോളൂ. യു ഡിവൈഡ് 2/1. ഓക്കെ, 2/1. ഓക്കെ, അപ്പോൾ ജി ഡി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ദിസ് ബൈ ദാറ്റ്. നിങ്ങൾ കോമൺ ആയിട്ടുള്ള ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി പറഞ്ഞാൽ മതി. ഇതും കട്ടാവുമെന്ന് അറിയാമല്ലോ. ബാക്കി ആർ മൈനസ് ഡി ആരും കാണാതെ ഇവിടെ എഴുതി വെച്ചേക്കുക. ഓക്കെ, ഇത് രണ്ടും കട്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ആരും കാണാതെ എഴുതിക്കുക, 6 വരും. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്താൽ മതി. ഇതേ ബൈ അത് കോമൺ ഒഴിവാക്കിയിട്ട് പറയും. ഇതിനകത്തുള്ളത് ആർ മൈനസ് ഡി ആണ്, ഡിവൈഡ് ബൈ അതിനകത്ത് ഇനി ബാക്കിയുള്ളത് 6 ആണ്. ഓക്കെ, ഇനി ഇതിനെ ബാക്കി എങ്ങനെ എഴുതാമെന്ന് പറയൂ. ജി ഡി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ. ആം ഐ റൈറ്റ്? Then അടുത്ത ഇനി എന്തെന്ന് എഴുതാം? ജി ഡി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1, so minus d by r. Am I right? So you cross. So what is the answer you are getting? G at a depth is equal to G into 1 minus d by r. Okay, so what is the final result you got? G at a depth is equal to G into 1 minus d by r. So acceleration due to gravity decreases with depth. Depth കൂടുമ്പോഴത്തേക്ക് ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഡെപ്ത് കൂടുമ്പോഴത്തേക്ക് ജിയുടെ വാല്യൂ കുറയും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ സഹായത്താൽ പറയാണ്. സി, for an object on Earth's surface, what is the value of G? E is equal to gm by r square. ആൻസർ പറയുന്നില്ല, പെട്ടെന്ന് പറയൂ. gm by r square. ഒരു കുഴപ്പമില്ല. ഇനി ബാക്കി കാര്യം ഞാൻ ഇവിടെ എഴുതാം. സി, കൺസിഡർ ആൻ ഓബ്ജക്റ്റ് അറ്റ് എ ഡെപ്ത് d. Okay, it will be attracted by the spherical mass inside the body. Okay, its mass will be capital M dash. Okay, its radius will be what? Its radius will be what? What will be the radius of Earth? R. What will be the radius of the shaded portion? R minus d. Okay, so once again, you consider an object on Earth's surface, the value of acceleration due to gravity is equal to gm by r square. So you now consider an object at a depth d. It will be attracted by the spherical mass inside the body. Then its mass is m dash, its radius is r minus d. Then acceleration due to gravity at a depth can be written as g. Its mass is m dash divided by its radius is r minus d. So r minus d square. No problem. Then density can be calculated as density is equal to mass by volume. So mass divided by volume. Using this formula for Earth, see, density of Earth is equal to mass of Earth m, volume of Earth 4/3 pi r cube. Am I right? Then see, from this what can you get? M can be get. So m is equal to rho 4/3 pi r cube. No problem. Then what is the next one? See, density of this portion. So density of this portion will be exactly rho. Why rho? Because it is also made of the same material as Earth. So rho is equal to see, density is equal to what is the mass of that portion? M dash divided by what is the volume of that portion? 4/3 pi r cube. 4/3 pi, what is r? R minus d. It's a cube. Okay, so on cross multiplication you can get m dash. M dash equal to rho 4/3 pi r minus d the whole cube. Okay, so I'm getting the second equation. Okay, here you are getting m and m dash. Put the values in equation 1 and 2. So equation 1 becomes, say, g by r square into what is m? M is what is m? Rho 4/3 pi r cube. Okay, then second equation becomes g at a depth is equal to g by r minus d square into, instead of m dash you write this one. Okay, this is m dash, rho 4/3 pi r minus d cube. Am I right? Then here r square cancel, here r minus d square cancel. See, next step. So this is 3, this is 4, or 1 or 2, like that you can put any number. Then here I am dividing equation 3/4. Okay, so g by, sorry, I am dividing 4/3. Am I right? 4 divided by 3. Divide gd by g.
So GD divided by G is equal to, what is the answer? This by that. Common ones you can cancel, balance R minus D divided by R. So R minus D divided by R. So GD divided by G is equal to 1 R by R minus D by R. Okay. Then what is the next? GD divided by G is equal to 1 minus D by R. Then on crossing you can get G at a depth is equal to G into 1 minus D by R. So acceleration due to gravity at a depth is equal to G into 1 minus D by R. Very clear? So I shall write something here for your understanding. Listen. So what is the final answer you got? See. Listen. What is the final result you got? G at a depth is equal to G into 1 minus D by R. Am I right? This is the result you got. Then see, this is Earth. If the body is kept at the center of the Earth, okay, then depth becomes capital R. Am I right? See, the object is here at the center of the Earth. See, depth becomes capital R. Then G at a depth is equal to G into 1 minus D and R are equal. So these two cancel, becomes 1. So G at a depth is equal to 0. So for this body, the value of G is 0. If the value of G is 0, its weight will be 0. So this body has no weight at the center. So if an object is placed at the center of the Earth, it has no weight. Keep in mind. See, what is the weight of an object kept at the center of the Earth? Its weight is 0. Why 0? At depth, the value of G is equal to G into 1 minus D by R. For an object at the center, depth is equal to capital R. So as D and R are equal, this term become 1. So G into 1 minus 1. So answer becomes 0. So as G is 0, weight is 0. Is it clear? So what is the weight of an object at the center of the Earth? It is 0.